Hello students, welcome to my channel Chemistry Notes by Tripy. ഇപ്പോൾ ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് ഒന്നുമല്ല, ഒരു ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 10th 9th ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ്. അപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ഞാനൊരു മോട്ടിവേറ്ററൊന്നും അല്ല, ജസ്റ്റ് ചില കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പറയുന്നു. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ്സിലൊന്നും ആരും പോകുന്നില്ല, അപ്പോൾ വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നത്. വീഡിയോ ക്ലാസ്സുകൾ, സ്കൂളിൽ നിന്നുള്ള വീഡിയോ ക്ലാസ്സുകൾ വഴിയും പിന്നെ അല്ലാതെ മറ്റ് യൂട്യൂബ് വീഡിയോസ് ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും പഠിക്കുന്നതെന്നറിയാം. അപ്പോൾ അതിൻ്റേതായ ചിലപ്പോൾ പഠിക്കാൻ മറ്റുള്ളവർ, നമ്മളിപ്പോൾ സ്കൂളിൽ പോവുക, അതുവഴി നമ്മൾ ഓരോരുത്തർ എത്ര പഠിക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാം. കോമ്പറ്റീഷൻ ചെറിയ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ വാശിപരമായിട്ടുള്ളതല്ല, ചെറുതായിട്ട് അവർ പഠിക്കുന്നുണ്ട്, അതനുസരിച്ച് ഒരു പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഫ്രണ്ട്സിനെ കാണുന്നു, അതൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്തിരിക്കാതെ നമ്മൾ സ്കൂളിൽ പോകുന്നു വരുന്നു, അപ്പോൾ നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ തന്നെ നമ്മുടെ ആ സറൗണ്ടിങ്സിൽ നമ്മൾ ചേഞ്ച് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മൂഡിൽ വ്യത്യാസം വരാം. നമുക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം കുറച്ചുകൂടെ സാധ്യതകൾ കൂടുതലാണ് നമുക്ക് പഠിക്കാനും ആ കാര്യങ്ങളിലോട്ട്. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പം നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ പഠിക്കും, ചില സമയത്ത് നമ്മുടെ ആ ഒരു ഫ്ലോ അങ്ങ് കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളങ്ങ് പഠിക്കാനുള്ള ആ ഫ്ലോയിൽ നിന്ന് കുറച്ചൊന്ന് മാറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ആവാതെ എല്ലാവർക്കും മാറിപ്പോയി. ഇപ്പോൾ ആർക്കും അത് ഒരു കുഴപ്പമൊന്നുമല്ല, അത് നമ്മുടെ മാനുഷികമായിട്ടുള്ളതാണ്. എപ്പോഴും നമ്മുടെ മൂഡും ഇതൊന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ അത് ഓവർകം ചെയ്ത് തിരിച്ച് പഠനത്തിലോട്ട് വരാനായിട്ടാണ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതിനു മുമ്പ് തന്നെ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക, എല്ലാവരും ഗവൺമെൻറ് പറയുന്നതൊക്കെ തന്നെ അനുസരിക്കാൻ ശ്രമിക്കുക, പുറത്തൊന്നും ആവശ്യമില്ലാതെ പോകാതിരിക്കുക. അതല്ല വീട്ടിലുള്ളവർ പുറത്തോട്ട് അനാവശ്യമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അവരെ പറഞ്ഞ് മാറ്റി നിർത്തുക. ആവശ്യത്തിന് മാത്രം, അത്യാവശ്യ കാര്യത്തിന് മാത്രം പോയി സാധനം വാങ്ങിച്ച് വരിക. അതുപോലെ മാസ്ക്, കൈ നല്ലതുപോലെ കഴുകുക. ഇതെല്ലാം ചെയ്താൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ അതോർത്ത് നിങ്ങളെ ഈ രോഗത്തിനെ കുറിച്ചുള്ള വാർത്തകളും ഇതും എല്ലാം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ടെൻഷനാകും. പ്രത്യേകിച്ച് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊക്കെ അവരുടെ കുട്ടികളാണെങ്കിലും അവർക്കൊക്കെ പോവാതെ ഇരിക്കാൻ പറ്റില്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല, അവർക്ക് ആ ഫീൽഡിൽ വർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ ടെൻഷൻസും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുട്ടികൾക്കും എല്ലാവരും ആ ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റി അങ്ങനെയൊന്നും നമ്മളെല്ലാം പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കുക. അങ്ങനെ ഒന്നും അത് വരില്ല അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുത്താൽ അഥവാ വന്നാൽ തന്നെയും അത് നമ്മുടെ ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വഴി നമ്മുടെ ബോഡിയുടെ അങ്ങനെ തന്നെ നമ്മുടെ പ്രതിരോധം കൂട്ടാൻ കഴിയും. നമ്മൾ ടെൻസ്ഡ് ആവാതെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ അതിനെ നേരിട്ട്, അതായത് നമ്മുടെ ബോഡിക്ക് അത് പറ്റി അത് ക്യൂറായിട്ട് അങ്ങ് പോയിക്കോളും. നമ്മൾ അതിനോർത്ത് അഥവാ വന്നിട്ടുള്ളവരാണെങ്കിൽ വരാൻ ചാൻസ്, അഥവാ എന്തെങ്കിലും ക്വാറൻറ്റൈനിൽ ഇരിക്കുകയാണ്, നമുക്ക് ചിലപ്പോൾ വരും, അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ വരുന്നെങ്കിൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. നമ്മുടെ കേരളം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും നല്ല നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. അപ്പോൾ നമുക്കതിന് നമ്മൾ സുരക്ഷിതമായിട്ടുള്ള നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ ടെൻഷനൊക്കെ മാറ്റുക. എന്നിട്ട് നമ്മൾ വേറൊരു ഇതിലോട്ട് വരിക, അതായത് ഇതൊക്കെ മാറും. ഈ പ്രശ്നങ്ങളും ഇതിനു മുമ്പും നമ്മുടെ ലോകത്ത് ഇതിനേക്കാളും വലിയ വലിയ അസുഖങ്ങൾ വന്നപ്പോഴും ആ മനുഷ്യർ ഇതിനുള്ള പ്രതിവിധി കണ്ടെത്തി അതിൽ നിന്ന്
തിരിച്ച് മുക്തി നേടിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇതെന്നും എന്നും ഇങ്ങനെ നിൽക്കില്ല, ഇതൊക്കെ മാറും. നമ്മൾ പഴയതുപോലെ നമ്മൾ പഴയ പുറത്തിറങ്ങി നടക്കുകയും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുകയും നമ്മൾ സ്കൂളിൽ പോവുകയും നമ്മളെല്ലാവരുമായിട്ട് കറങ്ങുകയും എടുക്കുകയും എല്ലാം ചെയ്യും. ആ കാലം ഇനി വരും. അപ്പോൾ നമ്മൾ ആ ഒരു ഫെയ്ത്തിലിരിക്കുക, ആ വിശ്വാസത്തിൽ നമുക്കെല്ലാം പഴയതുപോലെ ആവുന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അപ്പം അതിന് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, അല്ലെങ്കിൽ മൊത്തം ലോകത്ത് നടക്കുന്ന ഈ ഒരു കാര്യം അതിൻ്റെ ഭാഗത്തു നിന്ന് നടന്നോട്ടെ, അതിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിനെ അങ്ങ് കളയുക. കുറേയൊക്കെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് ടി വി കാണുക, അങ്ങനെ ഒരുപാട് അങ്ങനെ കാണേണ്ട കാര്യമില്ല. അത് നമ്മളെ കൂടുതൽ ടെൻഷനിലോട്ടാണ് നയിക്കുന്നത്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണുക, കേൾക്കുക. അതിനുശേഷം നമുക്ക് പഠിത്തത്തിലോട്ട് വരാം. അതായത് ഞാൻ എടുക്കുന്ന കെമിസ്ട്രിയാണ്, എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കെമിസ്ട്രി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും തന്നെ അതായത് പാടായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. പലരും പറഞ്ഞിട്ടുണ്ട്, കെമിസ്ട്രി എങ്ങനെ പഠിക്കുക, ബോറിംഗ് ആണ്, എത്ര പഠിച്ചാലും തലയിൽ കയറില്ല, മാർക്ക് കിട്ടില്ല, എഴുതിയാൽ നമുക്ക് ഇക്വേഷൻസ് ഒന്നും കേൾക്കുമ്പോഴേ പറ്റുന്നില്ല എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാൻ പറയാണ്, കെമിസ്ട്രി ഞാനും 10th വരെ പഠിച്ചപ്പോൾ കെമിസ്ട്രി എനിക്ക് അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലായിരുന്നു. എനിക്ക് ഫിസിക്സ് ആയിരുന്നു കൂടുതലും ഇഷ്ടം. ഫിസിക്സിനായിരുന്നു മാർക്കും കിട്ടാറ്. പക്ഷേ 10th വരെ എനിക്ക് കെമിസ്ട്രി ഞാൻ പഠിച്ചു എന്നേ ഉള്ളൂ. അതിലൊന്നും മനസ്സിലാക്കാതെയും എന്തൊക്കെയോ പഠിച്ചു എന്നാണ് വെച്ച്. പക്ഷേ +2 ആയപ്പോഴും എൻ്റെ എല്ലാം തിരിഞ്ഞു. കാര്യം എനിക്ക് ഫിസിക്സിനേക്കാളും കെമിസ്ട്രി ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത് എന്താണെന്നറിയില്ല, അതൊരു പക്ഷേ കെമിസ്ട്രി പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അതും ചിലർക്ക് അങ്ങനെ വരാറുണ്ട്. കാര്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് നമുക്ക് എടുക്കുന്ന ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ ആ സബ്ജക്റ്റിനെയും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്നറിയില്ല, അതിനെ ഞാൻ അറിയാതെ അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാര്യം അത് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, അങ്ങനെ. അപ്പോൾ അത് പാടല്ല, അത് എളുപ്പമാണ്. ഞാൻ 10th വരെ പഠിച്ച കെമിസ്ട്രി അല്ല ഇത്. അപ്പോൾ ഈ +2 പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ട് എത്രയോ ഈസി ആയിരുന്നു. എന്നിട്ട് ഞാൻ അതിനെ ഭയങ്കര പാടായിട്ടാണ് വിചാരിച്ച് പഠിച്ചത്. പക്ഷേ നമ്മളെന്തും മനസ്സിലാക്കി നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുക. നമ്മൾ ആ സബ്ജക്റ്റിനെ ഒരു പേടിയോടുകൂടി, അല്ലാതെ ഡിഫിക്കൽട്ടാണ് എന്ന് വിചാരിച്ച് അപ്രോച്ച് ചെയ്താൽ അത് ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. പക്ഷെ അത് ഈസി ആക്കാൻ പറ്റും. ഏതൊരു ഡിഫിക്കൽറ്റി കാര്യവും നമുക്ക് ഈസി ആക്കാൻ പറ്റുമെന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്താൽ നമുക്കത് കഴിയും. അപ്പോൾ അത് പൊതുവേ ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് പരത്തുന്നതും ചില ഫ്രണ്ട്സ് തന്നെ പറയും, ഈ ചാപ്റ്റർ പഠിക്കുക, ഇത് ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയാണ് നമ്മളതിനെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് പൊതുവേ അത് പഠിക്കാനുള്ള ഇത് പാടായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും പല ഇതും പാടായിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇത് പാടാണ്, ഇത് അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ പറയുന്നവരുടെ വാക്ക് കേൾക്കാതെ നമ്മുടേതായ രീതിയിൽ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അതത്ര പാടല്ല, ഈ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ കൂടുതലും എഴുതി തന്നെ സബ്ജക്റ്റ് പഠിക്കാൻ നോക്കി. ഇക്വേഷൻസ് മാത്സ് ചെയ്യും പോലെയാണ് കെമിസ്ട്രിയിലെ ഇക്വേഷൻസ് ചെയ്യുന്നത്. എഴുതി തന്നെ പഠിക്കാൻ നോക്കുക. അതുപോലെ പിന്നെയുള്ള ഒരു ടെക്നിക്കാണ്, അതായത് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത മാസമാണ് ആ കെമിസ്ട്രി തുറക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അത് കെമിസ്ട്രി അല്ല, എന്തായിരുന്നാലും നമുക്കത് ഓർത്ത് എടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ കുഴപ്പമല്ല. കാര്യം നമ്മുടെ മെമ്മറി അങ്ങനെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് അത് നോക്കിയാൽ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്യൂ. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടേം മെമ്മറിയിലോട്ട് സ്റ്റോർ ആവണം. നമ്മളെപ്പോഴും അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ചെയ്യുക. പിന്നെ 2 ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ നമ്മൾ എടുക്കുക. ഇപ്പോൾ ഇന്ന് ഞാൻ എല്ലാം വായിച്ചു പഠിച്ചു, നാളെ അതെടുത്തിട്ട് ആ ബുക്ക് തുറന്നിട്ട് വായിക്കുക, പഠിക്കുക. അപ്പം നമ്മുടെ ബ്രെയിൻ ഒരു വർക്കും ചെയ്യുന്നില്ല. അവിടെ വായിക്കുന്നു, വയ്ക്കുന്നു, അത്ര തന്നെ. പക്ഷേ ഒരു ദിവസം പഠിച്ചു,
രണ്ടാമത്തെ പ്രാവശ്യം അതെടുക്കുമ്പോൾ മാക്സിമം നമുക്ക് അതിൽ നിന്ന് ബുക്ക് അടച്ച ശേഷം എന്തൊക്കെ നമ്മൾ പഠിച്ചോ അത് നമ്മുടെ മൈൻഡിനൊരു വർക്ക് കൊടുക്കുക. അതൊന്ന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ല ഇക്വേഷൻ ആണെങ്കിൽ ഒന്ന് സ്വന്തമായിട്ട് എഴുതി നോക്കുക, നോക്കാതെ എഴുതി എടുക്കാൻ പറ്റുന്നുണ്ടോ. പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് തുറന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് പറ്റുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിനിന് അവിടെ ഒരു വർക്കും വരുന്നില്ല. അത് റീകോൾ ചെയ്യാനുള്ള കഴിവ് നമുക്ക് കുറഞ്ഞു വരും. അപ്പം നമ്മൾ മാക്സിമം റീകോൾ ചെയ്ത് വേണം പഠിക്കാൻ. സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് ആൻസർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷനാണ്. അതായത് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച കാര്യം പിന്നെ എന്ത് ചെയ്യുക, നാളെയും പഠിക്കുക, നാളെ വായിക്കുക. നാളെ പഠിക്കുക എന്ന് ഉദ്ദേശിച്ചത് അതിനെ എടുത്തു വെച്ച് പിന്നെയും വായിക്കുക എന്നല്ല, അതിനെ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് പഠിച്ചതിനെ നാളെ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ 3 ദിവസം കഴിഞ്ഞ് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് പറ്റും, കുറച്ച് പറ്റില്ല. അപ്പോൾ പറ്റാത്തത് നമ്മളൊന്ന് നോക്കിയിട്ട് പിന്നെയും റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ആ പറ്റാത്ത ഭാഗവും നമുക്ക് പിന്നെയും റീകോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ദിവസം മൂന്നാമത്തെ ദിവസം നിങ്ങൾ റീകോൾ ചെയ്യുക. അതായത് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ഒരു മാസം കഴിഞ്ഞ് അങ്ങനെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ഇത് ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെയാണ് പറയുന്നത്. അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ പഠിച്ച ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ 48 കുറേ ഭാഗങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് പോകും. പിന്നെ അത് ഒരു ദിവസം കഴിയുമ്പോൾ എത്രയോ ശതമാനം വെച്ചിട്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ, അത് മറക്കില്ല. പക്ഷെ അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ആവുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളതിനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പിന്നെയും അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലോട്ട് അത് സ്റ്റോർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കാൻ നോക്കുക. അല്ല ജസ്റ്റ് ചുമ്മാ എടുത്തു വെച്ച് വായിക്കുക, 2-3 പ്രാവശ്യം വായിക്കുക എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നുണ്ട്. പക്ഷേ പരീക്ഷയുടെ സമയം എടുത്ത് നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളത് റീകോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നമ്മളൊരിക്കലും അതിനെ റീകോൾ ചെയ്യാൻ ശ്രമിക്കാതെ നമ്മളെപ്പോഴും വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ റീകോൾ ചെയ്യുക, റെപ്പറ്റീഷനും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ കുറേയൊക്കെ നമ്മൾ കെമിസ്ട്രി മാത്രമല്ല എന്തൊരു കാര്യവും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക. നമ്മളതിനെ മനസ്സിലാക്കി പഠിക്കുക കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു ഇഷ്ടത്തോടു കൂടി പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ഒരിക്കലും ഒരു പാട് സബ്ജക്റ്റായിട്ട് മാറില്ല. അതായത് നമ്മൾ എന്ത് ടഫായിട്ടുള്ളൊരു കാര്യം നമ്മളത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരിക്കലും ഒരു ബേർഡനായിട്ടോ ഒരു ഭാരമായിട്ടോ തോന്നാറില്ല. നമുക്കത് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കത് എന്തൊരു ജോലി ആയിക്കോട്ടെ, ഏതൊരു ജോലി ആയാൽ പോലും നമ്മളൊരു ഭാരമാണ്, നമുക്കത് ഇഷ്ടത്തോടെയാണ് അല്ല നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു ബേർഡനാണ്, നമുക്കത് ഭാരമാണ്, നമുക്കത് പറ്റില്ല എന്നൊക്കെ തോന്നും. നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, അത് ഉറപ്പാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മളതങ്ങനെ കുറ്റം പറയുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രമിക്കുക. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ മോട്ടിവേഷൻ ക്ലാസ്സാണ് പഠിക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഒരിക്കലും ടച്ച് വിടാതിരിക്കുക, പഠിത്തത്തിൽ നിന്ന് അകന്നു പോവാതിരിക്കുക. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പഠിച്ചില്ല, ഓക്കെ, അത് വിടുക, അടുത്ത ദിവസം അങ്ങ് എടുക്കാൻ നോക്കുക. അതല്ലാതെ ഞാൻ ഇന്നലെ പഠിച്ചില്ല, ഇനി എവിടെ നിന്ന് തുടങ്ങും, എനിക്കെല്ലാം അങ്ങനെ ചിന്തിക്കാതെ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് തുടങ്ങുക. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ വലിച്ചു വാരി പഠിക്കാതിരിക്കുക. ഇപ്പോൾ ഇന്ന് എനിക്ക് ഇത്രയും തീർക്കണം, ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞു, ഇനി ഇതെല്ലാം എപ്പോഴും തീർക്കും, അതുകൊണ്ട് ഇന്ന് ഇരുന്ന് ഇതങ്ങ് വായിച്ചങ്ങ് വിടുക. അപ്പം നമ്മളിത് ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ അത് ഫിക്സ് ആവണമെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കൺഫേം ചെയ്ത് പഠിക്കുക. പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത ഭാഗത്തിലോട്ട് പോവുക. അല്ലാതെ എല്ലാം കൂടെ ഇട്ട് വലിച്ചു വാരി പഠിക്കാതിരിക്കുക. പഠിക്കുന്ന മാത്സ് നല്ലതായിട്ട് പഠിക്കുക. അല്ലാതെ ഞാൻ ഇത്രയും പഠിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പഠിച്ചത് ഇത്ര ചെറുതാണ്, പക്ഷെ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ള ഉറപ്പിലൂടെ പഠിക്കുക. അങ്ങനെ ശ്രമിക്കുക. പിന്നെ
പിന്നെ ഉള്ളത് അതാണ്. അതായത് ഈ കെമിസ്ട്രി ഇങ്ങനെ ടഫായിട്ടാണെന്ന് ആരും വിചാരിക്കരുത്. അത് എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, എങ്ങനെ അത് മുന്നോട്ട് പോകാം എന്നുള്ളതൊക്കെ അതിലൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്